ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടായിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ അബുദാബിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് ന്യൂസിലൊക്കെ കേട്ട് കാണുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പുതിയ നമ്മുടെ കമ്പനിക്കാരുടെ റൂമിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഈ മാസം മുതൽക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂമും എൻ്റെ കമ്പനിക്കാരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ റൂം. ഇത് നമ്മുടെ ചങ്ങായിമാരും. ഈ കട്ടിൽ ഇതില്ലേ, ഈ കട്ടിൽ ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. കണ്ടില്ല എത്ര നീറ്റായിട്ടാണ് കിടക്കണേന്ന്. റൂം പിന്നെ നമ്മൾ വീക്കിലിയാണ് ക്ലീൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. കുറച്ചധികം സാധനങ്ങൾ ഞങ്ങൾക്കുണ്ട്. പിന്നെ ബാച്ചിലർ റൂംസ് എന്തായാലും ഇങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഗൈസ്, ഇവിടെ നമ്മൾ പാത്രം കാര്യങ്ങളൊക്കെ കഴുകുന്നു. ഇതാണ് നമ്മുടെ വാഷ്റൂം. നല്ല വിജിലംബിച്ച വാഷ്റൂമാണ്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പിന്നെ അത് വലിയ ക്ലീൻ ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി നടക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന കബോർഡാണിത്. ഇവിടേക്കാണ് എന്റെ സാധനം വെക്കുന്നത്. അതൊക്കെ വിശദമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ വ്യക്തിയെ പരിചയപ്പെടാം. ഇവൻ ഇർഫാൻ. ഇവൻ നമ്മുടെ പുതിയ ചങ്ങായാണ്. ഇവന്റെ വീട് എവിടെയാ? നിന്റെ വീട് എവിടെയാ? തിരൂര്. നല്ല നൈസ് മെമ്പറാണ്. ഇവനും ഞങ്ങളുടെ ഒപ്പം എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇർഫാന് കല്യാണപ്രായമായി. അപ്പൊ അവന് നല്ല പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ, നമുക്ക് കല്യാണത്തിലൊക്കെ ഇവിടെ അബുദാബി എയർപോർട്ടിൽ വർക്ക് ചെയ്യാണ്. ഈ ബെഡിന്റെ അവകാശി മിസ്റ്റർ കിരണാണ്. കുറച്ച് തിരക്കിലാണ് അവൻ. എന്താ തിരക്കെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലേ, ഇതൊക്കെ നമ്മുടെ യൂണിഫോം. ഇവിടെ നിന്ന് ഓരോന്ന് ഡ്യൂട്ടിക്ക് പോകണേക്കായി മുന്നേ പറക്കിയെടുത്ത് ഇടുക. അതാണ് നമ്മുടെ പരിപാടി. പിന്നെ ഈ റൂമിന്റെ തലതൊട്ടപ്പനെയാണ് ഇനി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ഇവിടെ നമ്മുടെ റൂമിന്റെ ഒരു തലതൊട്ടപ്പൻ ഉണ്ടെന്ന്. അപ്പൊ ആ തലതൊട്ടപ്പനെ കാണിച്ചു തരാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ തലതൊട്ടപ്പൻ. അടുത്ത മാസം ഇവന്റെ കല്യാണമാണ്. മിസ്റ്റർ മഷ്റൂർ. ഇവനും എൻ്റെ ഒപ്പം ഒരേ കമ്പനി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അടുത്ത മാസം കല്യാണം കഴിക്കാൻ പോകുന്ന മഷ്റൂറിനെ എല്ലാരും ഒന്ന് വിഷ് ചെയ്യുക. പിന്നെ നിനക്ക് ടെൻഷനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇവനാണ് ഈ റൂമിന്റെ എല്ലാ കാര്യങ്ങളും പരിപാലിച്ചുകൊണ്ട് പോകുന്നത്. ഇവനാണ് ഈ റൂമിലെ മെയിൻ. ഇവനും ഇർഫാനും ഇവന്മാരും അങ്ങോട്ടും കൂടെ എപ്പോഴും അടിയാണ്. അപ്പൊ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാരും ഇവനെ ഒന്ന് വിഷ് ചെയ്യുക. അപ്പൊ ഇവന്റെ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഇവന് ഇത്രയെങ്കിലും ക്യാമറയുടെ മുന്നിൽ വന്നത് കേട്ടോ. കാരണം ഇവന് അത്രയ്ക്ക് ചമ്മലായിരുന്നു. എന്തായാലും അത് ഫ്യൂച്ചറിൽ അവൻ റെഡി ആക്കൂന്നാ പറയണേ. ഇനി ഞാൻ നിങ്ങക്ക് ഞങ്ങളുടെ ബാൽക്കണി കാണിച്ചു തരാം. ബാൽക്കണി ഇത് ബാൽക്കണി ഡോർ ഇങ്ങനെ തുറക്കുമ്പോ തന്നെ കണ്ടില്ലേ ബാൽക്കണി. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താന്ന് വെച്ചാൽ ഞങ്ങളുടെ മിസ്റ്റർ കിരണിനെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ബാൽക്കണി കാണിച്ചു തരാം. ബാൽക്കണി ഉണ്ടല്ലേ, വ്യൂ കാണിച്ചു കൊടുക്കടാ ഇർഫാനെ. വ്യൂ കാണിച്ചു കൊടുക്കുക. എന്താ രസം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിസൈൽ വരണയൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കണ്ടോണ്ടിരിക്കണേ. ഇതാണ് ഗൈസ് നമ്മുടെ കിരൺ. ഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവിടുത്തെ മെയിൻ ഷെഫാണ്. ഇവന്റെ ഫുഡൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾ എപ്പോഴും പറയും ഇവനെ കെട്ടാൻ പോണ പെണ്ണിന്റെ ഭാഗ്യാണ്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് അളിയൻ ഫുഡ് വയ്ക്കും. പക്ഷെ ഇവന് ക്യാമറയുടെ മുന്നിൽ വരെ ഭയങ്കര നാണ. ഇത്രയും ചെറിയ രീതിയിലെങ്കിലും എടുക്കാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയന്റെ കരഞ്ഞ് കാല് പിടിച്ചാണ് കിരണും ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്. കിരൺ നിങ്ങളുടെ അടുത്ത് മിണ്ടാത്തതിലൊന്നും നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം കിരൺ കുറച്ച് ഭയങ്കര ഷൈ ആണ്. അതുമല്ല അവൻ കുക്കിങ്ങിന്റെ തിരക്കിലാണ്. ഇന്ന് അവന് ഓഫായിരുന്നു. അതുകൊണ്ട് അവൻ കുക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവനെ സഹായിക്കും. അങ്ങനെയാണ് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് എല്ലാവരും. ഇനി വേറൊരാളും കൂടെ വരാറുണ്ട്. പുള്ളീനെ വളരെ കുറച്ചേ ഇവിടെ കാണുള്ളൂ. പുള്ളി മിക്കപ്പോഴും ഓഫീസിലായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും നമ്മളെ പരിചയപ്പെട്ടല്ലോ. ഇനി മാക്സിമം ഡെയിലി അല്ലെങ്കിൽ ഒരാഴ്ചയിലെങ്കിലും ഒരു വീഡിയോ വെച്ചിടാൻ ഞാൻ ശ്രമിക്കും. കാരണം ഇവിടെ ഡ്യൂട്ടിയാണ്. പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങാനുള്ള സമയമൊക്കെ കിട്ടണുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ കുറച്ചായിട്ട് വരുന്നത്. എന്നാലും മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ചെറിയ വ്ളോഗും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.